KCB ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിച്ച 2022 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യമുള്ള 7 ഗഡു ക്ഷാമബത്തയുടെയും ക്ഷാമാശ്വാസത്തിന്റെയും 13 കൊല്ലത്തിലധികം കുടിശ്ശിക വരുത്തുകയും ശമ്പള കരാറുകൾ അട്ടിമറിക്കുന്നതിനുമെതിരെ KCB പെൻഷനേഴ്സ് കൂട്ടായ്മ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. 2024 ജൂലൈയിൽ അനുവദിച്ച 3% ക്ഷാമാശ്വാസത്തിന് 2022 ജനുവരി മുതൽ ലഭിക്കേണ്ട 31 മാസത്തെ കുടിശ്ശിക തടഞ്ഞുവെച്ചത് കൂട്ടായ്മയുടെ കേസിൽ അടിയന്തരമായി വിതരണം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് പിന്നീടുള്ള DA/DR അനുമതി ഉത്തരവുകളിൽ KSEBിക്ക് മുൻകാല കുടിശ്ശിക നൽകാനുള്ള അനുവാദം സർക്കാർ നൽകിയിട്ടുണ്ട്. ആനുകൂല്യ വിതരണത്തിനുള്ള KSEB ഉത്തരവിറക്കുന്നതിന് ഒരു തടസ്സവുമില്ലെന്നിരിക്കെ കഴിഞ്ഞയാഴ്ച ചേർന്ന ഫുൾ ടൈം ഡയറക്ടർ ബോർഡ് യോഗം 159 മാസത്തെ കുടിശ്ശിക നിഷേധിച്ചിരിക്കുകയാണ്. പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം വൈസ് പ്രസിഡന്റ് R. സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ബോർഡിനെ പണയം വെച്ച് 5600 കോടി രൂപ കടമെടുത്ത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടിശ്ശിക DA/DR നൽകാൻ ഉത്തരവായിട്ടുണ്ട്. എന്നാൽ KSEBിയിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പെൻഷൻകാർക്കും ഈ വയസ്സാങ്കാലത്ത് വിലക്കയറ്റവും മരുന്ന് ചികിത്സാ ചെലവൊക്കെ ഏറിയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ DA/DR കുടിശ്ശികയ്ക്ക് യാതൊരു ഉത്തരവും ഇതുവരെ ഇറക്കിയിട്ടില്ല. അത് ചോദ്യം ചെയ്യാനാണ്, അതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഇന്നിവിടെ ഞങ്ങൾ പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് ഒത്തുകൂടിയിരിക്കുന്നതും ഈ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നിവിടെ മാത്രമല്ല, ഇന്ന് മുതൽ, അതായത് 16 തീയതി മുതൽ 21 തീയതി വരെ സംസ്ഥാന വ്യാപകമായി ജില്ലാ ആസ്ഥാനങ്ങളിലും ഡിവിഷൻ ആസ്ഥാനങ്ങളിലും ഇതുപോലെ പ്രതിഷേധ യോഗങ്ങൾ നടന്നു വരികയാണ്. നാളെ തിരുവനന്തപുരം വൈദ്യുതി ഭവൻ ആസ്ഥാനത്ത് കാലത്ത് 9 മണി മുതൽ 1 മണി വരെ സത്യാഗ്രഹവും 1 മണി മുതൽ 2 മണി വരെ വിശദീകരണ യോഗവും പ്രതിഷേധ വിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2016 ശമ്പള കരാറിന് അംഗീകാരം നൽകുന്നതിന്റെ മറവിൽ എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചത് തൊഴിൽ നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും കടുത്ത തൊഴിലാളി ദ്രോഹവുമാണ്. ഇത് ഒരു കൊല്ലമായി ഭരണ ആഭിമുഖ്യ സംഘടനകളും മുന്നണി സർക്കാരും മാനേജ്മെന്റുമായി ചേർന്ന് നടത്തിയ ഒത്തുകളുടെ ദുരന്ത ഫലമാണ്. അടിയന്തരമായി കുടിശ്ശിക നൽകാനും കരാർ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കാനും നടപടിയില്ലെങ്കിൽ ശക്തമായ നിയമ സമര നടപടികൾ വീണ്ടും നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. K. ഷൺമുഖന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അബു ജോൺ, M. സുഭാഷ് കുമാർ, ഷൺമുഖൻ, ശിവദാസ് KV, ഗിരീഷ് MK, ജയറാം, ഭാസ്കരൻ, ശ്രീധരൻ M. ബാലൻ, C. രവീന്ദ്രൻ, സേവ്യർ, രാമകൃഷ്ണൻ, P. സാദിഖലി, KK സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.